വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കണ്ടാലല്ലോ, ഇന്ന് ഞങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ അറിയാം. നമ്മൾ കുത്താമ്പള്ളിയിലായിരുന്നു, ARലായിരുന്നു. അപ്പോൾ നമ്മൾ പർച്ചേസിങ്ങിന് പോയതാട്ടോ. അപ്പോൾ ഒരിക്കലും നമ്മൾ അവരുടെ ഷോപ്പിൽ പോയി, അവിടെ നല്ല തിരക്കും കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ അവർ ഗോഡൗണിൽ വന്നിട്ടുണ്ട് കുറച്ച് പർച്ചേസ് ചെയ്യുന്നത്. ഇതിന്റെ ഫസ്റ്റത്തെ ലെറ്റർ ആണ് ഈ AR അതറിയുണ്ടായിരുന്നില്ല. ബ്രാൻഡും നമ്മൾ തന്നെയാണ്, മോഡൽസിന് ഞങ്ങൾ തന്നെ നിൽക്കുന്നത്. അതന്നെ കേട്ടോ, ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ വേറെ പുറത്തുനിന്ന് അത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. എന്നിട്ട് നിങ്ങളുടെ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്നു. ഞങ്ങൾ അത് പറഞ്ഞില്ല, ഒക്കെ നിങ്ങളെ രണ്ടാള്, നിങ്ങളുടെ തല, നിങ്ങളുടെ ഫേസ്, നിങ്ങളുടെ തല, ഈ ഒരു ഇത് മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. പക്ഷെ വന്നപ്പോഴാണ് ഇവര് ഈ ഒരു എഫേർട്ട് എടുത്തതിന്റെ കാര്യം മനസ്സിലാവുന്നത്. കാരണം ഈ ഒരു ഇത് ഗോഡൗൺ അല്ലേ, ഈ ഒരു ഗോഡൗൺ ഇങ്ങനെ ആക്കാൻ ഈ രണ്ടാൾക്കാർ, ഇത് മാത്രമല്ല കേട്ടോ, ഇവര് മെയിൻ ഷോപ്പിൽ പോയിട്ടാണ് ഞങ്ങൾ വരുന്നത്. അവിടെ ആൾക്കാരാണ്, ഒരിക്കലും അവരെ എങ്ങനെയാണ് അവർ ഉൾക്കൊള്ളുന്നത്. പക്ഷേ എനിക്ക് ഷോപ്പ് എത്തിയപ്പോൾ ഓർമ്മ, നിങ്ങളൊരു വീഡിയോയിൽ ആരോടും ഒരിക്കൽ പറയുണ്ടായിരുന്നു ശനി ഞായറും വരരുത്, അന്നത്തെ ദിവസം ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ശരി ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്കൂളിലാതെ ഒരു ദിവസം നോക്കിയിട്ട് നമുക്ക് വരണം. അങ്ങനെ ചെറിയ കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്തു എങ്ങനെയായിരുന്നു ഒരു ജേണി? എനിക്കറിയാവുന്ന ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചു. തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ 7 വർഷമായി. അതിന് മുന്നേ വീട്ടിൽ അച്ഛനമ്മയൊക്കെ നെയ്ത്തുകാരാണ്, മുത്തശ്ശനൊക്കെ തലമുറ നെയ്ത്തുകാരാണ്. ഞങ്ങൾക്ക് രാവിലെ അലാറം അടിക്കുന്നത് ഇതാണ്, നെയ്ത്തിൻ്റെ സൗണ്ടാണ്, അതിൽ തന്നെ അടിക്കണം. അപ്പോൾ കുറേ ഇങ്ങനെ നെയ്ത്തിൽ തന്നെ കുറേ പേര് അങ്ങനെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഷോപ്പായിട്ട് ഈ നെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഒരു ഷോപ്പിൽ വെച്ച് ഇവിടുന്ന് സെയിൽ ചെയ്യാം, അങ്ങനെയായിരുന്നു. ഇപ്പോൾ ചേച്ചിയൊക്കെ ഇവരെല്ലാവരും ഒരു 4 വർഷത്തിന് മുന്നേ പരിചയം, 4 വർഷം മുന്നേ നമ്മളിവരായിട്ട് പരിചയമാണ്, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ ചെയ്തു. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കളറിൽ നമുക്ക് എത്ര എണ്ണം ചോദിച്ചാലും കൊടുക്കാൻ പറ്റണം, ബൾക്ക് സ്റ്റോക്ക്. അതായത് ഒരാൾ വന്നിട്ട് നിങ്ങൾ ഒരു 100 പീസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ ഇവിടുന്ന് കിട്ടും. ഇതൊരു സാരി ഇപ്പോൾ 200 സാരി ഉണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് കുറേ പേര് പല സ്ഥലത്തും കിട്ടാണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് നമ്മൾ വയർ നിറച്ച് കൊടുക്കാം. ഈ ഒരു സാരി 60 to 80 സാരികൾ നമ്മൾ ചെയ്തു വെക്കും. അതിൽ പിന്നെ ചിലർ ഓരോ പീസ് എടുക്കും, ചിലർ 12 പീസ്, ജോഡിയായിട്ട് എടുക്കണേ, അങ്ങനെ എടുക്കാം, എങ്ങനെ വേണമെങ്കിലും. റെഡി സ്റ്റോക്ക് ഉണ്ടാവും, ഒരാളെടുത്തും ഇല്ലാന്നുള്ള സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ ഞങ്ങളുടെ വലിയ ഷോറൂം അടുത്ത മാസം ഓപ്പണിംഗ് ആണ്, വരുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫോട്ടോ മാത്രമേ അല്ല. ഞാൻ സത്യം പറഞ്ഞ ഷോപ്പിൽ നിന്ന്, നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് മോടുന്ന് ഇറങ്ങിയ ഇവര് വലിയ ഷോപ്പ് എവിടെയും ഓപ്പൺ ആക്കി ഉണ്ടാവും. സത്യം ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടാണ് സ്റ്റെപ്പ് അറിയുന്നത്. എന്തായാലും ഇതിന്റെ ഉള്ളിൽ ഒതുങ്ങില്ല, വേറെ ഷോപ്പ് എന്തായാലും അതിങ്ങനെ മനസ്സിൽ വെച്ചിട്ടാണ് ഏറ്റവും പോകുന്നുള്ള സ്റ്റെപ്പ് ഞാൻ ഇറങ്ങി വന്നത്. അത് ഞങ്ങൾ ചിന്തിച്ചിരുന്ന ഷോപ്പുണ്ട്. അപ്പൊ ഇത് പോരാ, തിരക്കുണ്ട്, അത്രയും തിരക്കാണ്. പറഞ്ഞ ഒരു ഇതിലേക്ക് നിങ്ങൾ എത്തിയത്. അതെ, അതായത് 2 സ്റ്റാഫും കൊണ്ട് തുടങ്ങിയതാണ്. 2 സ്റ്റാഫ് ഒരു വാടക റൂം, കൊച്ചു റൂമാണ്. ഒരു വർഷം ആ റൂമിൽ തന്നെ ആയിരുന്നു ഞങ്ങൾ 2 പേര് മാത്രം, കാരണം സ്റ്റാഫിന് എടുക്കാനുള്ള അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ വേറെ 2 റൂമും കൂടെ എടുത്തു, അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇപ്പൊ റീസൺ നിങ്ങൾ പോയില്ലേ ആ ഷോപ്പ്, അതും റെന്റിനാണ്. ചോദിച്ചാൽ ബുദ്ധിമുട്ടായത് ഇപ്പൊ എത്ര സ്റ്റാഫ് ഉണ്ട് കറന്റ്? സ്റ്റാഫ് നമുക്ക് എങ്ങനെ എണ്ണം പറ്റിയിരിക്കും, അപ്പൊ ആലോചിച്ച് നോക്കണം. ഇത് ഞങ്ങൾക്ക് ഇത്ര പേര് പോലും അറിയില്ല ഇപ്പോഴും, ഓരോരുത്തരുടെ പേരും സ്ഥലം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ സ്ഥലം കുറച്ച് പുതിയ ഷോപ്പിന്റേതായിട്ട് കുറച്ച് പുതിയ സ്റ്റാഫിനെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആലോചിച്ച് നോക്കിയപ്പോ അല്ല ഈ സ്റ്റാഫ് അല്ലേ എന്താ പേര്? അല്ല, അതൊരിക്കലും കളിയാക്കിയതല്ല കേട്ടോ. കാരണം അത് റൂമിന്ന് ഇന്ന് നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിജയം തന്നെയാണ്. കാരണം നിങ്ങളെടുത്ത എഫേർട്ട്, നിങ്ങളുടെ 2 പേരുടെ പേരിലാണ് ഈ AR നിങ്ങളുടെ പേരാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും കൂടുതലും ഈ ഇൻസ്റ്റയില് ഫോട്ടോസും ഈ മീഡിയയിൽ നിന്ന് വരുന്ന ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവരോട് കുറേ കാര്യങ്ങൾ, അവരിവിടെ വരെ എത്തിയ കഷ്ടപ്പാടുകൾ, അവരനുഭവിച്ച ഓരോ എക്സ്പീരിയൻസുകളും കാര്യങ്ങളും ഞങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പൊന്നുവിൻ്റെ ചാനലിലുണ്ടാവും. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞങ്ങളത് സത്യം പറഞ്ഞാൽ അവരെ ഓരോ പടികളും കയറുന്ന ആ ഒരു കഥകൾ കേട്ടാൽ നമ്മൾ കേട്ട് നിന്ന് പോട്ടെ. എന്താ വെച്ചാൽ ഇത്ര ഈ പ്രായത്തിൽ തന്നെ അവിടെ ഹാർഡ് വർക്കാണ് അവർ ഇന്നത്തെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് എത്തിയത് നമുക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഡ്രസ്സുകൾ സാധനം സെലക്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്താ വെച്ചാൽ നമ്മൾ അവരെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡ്രസ്സ് സെലക്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ട്, തിരക്കുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ കണ്ടിട്ട് നമ്മളിനോട് ഇങ്ങോട്ട് വന്നോളം പറഞ്ഞു. അങ്ങനെ ഞങ്ങളോട് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വന്നതായിട്ട് പറഞ്ഞാലും എന്താ വെച്ചാൽ കുണുക്കൊക്കെ ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ആയി. എന്താ വെച്ചാൽ ഇപ്പം അടുത്ത് തന്നെ അവരെ വലിയൊരു ഷോപ്പ് ഓപ്പണിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ഇഷ്ടത്തിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. ബാക്കി വിശേഷം കാര്യങ്ങളൊക്കെ കാണാം. Thank you.
അല്ല ഞങ്ങൾ ആദ്യമായിട്ട് വരുമ്പോൾ അങ്ങനെ ചിന്തിച്ചെന്ന് പറഞ്ഞു തന്നെ. ഞങ്ങൾ മഞ്ഞൾമിക്കാണ് ആദ്യം എത്തിയത്. ഇവിടെ സാരിയാണുള്ളത്. റേഞ്ച് റോവർ എടുത്തിട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് സാരികൾ കണ്ട് കണ്ണ് തള്ളി പോയിട്ട് അത്രയും സെലക്ഷനും കാര്യമാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഏതെടുക്കുന്നവരുടെ കൺഫ്യൂഷനായിട്ടത്. ആ കെട്ടിക്കെടുക്കുന്നത് മൊത്തം സാരികളിലൊരു മായ ലോകം എന്നതിന് പറയട്ടെ. അത്രയും സാരികളും കാര്യം കുഞ്ഞ് ഓടി നടന്ന് നോക്കുന്നുണ്ട്. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞ് 2-3 സാരികളൊക്കെ കാട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കുഞ്ഞാണ് കല്യാണം ആകുമ്പോൾ ഞാൻ എടുത്തുതരാം, ഇപ്പം ക്ഷമിക്കുന്നതാണ് കേട്ടോ. അന്നേരം കുഞ്ഞിന് നല്ലൊരു സെറ്റുമുണ്ടും കാര്യം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ കുഞ്ഞിന് സെറ്റുമുണ്ട് അധികം ഇല്ലാതെ നമ്മൾ സെറ്റുമുണ്ടും കാര്യം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഈ പ്രാവശ്യം എന്തായാലും ഓണത്തിന് നമ്മൾ എവിടേക്ക് തന്നെ പോകും, നമ്മൾ ഒരുപാട് സെറ്റുമുണ്ടുകളും കാര്യങ്ങളും നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് സെറ്റുമുണ്ട്, കസവ് മുണ്ടുകളും കാര്യങ്ങളൊക്കെ. എന്താ വെച്ചാൽ നമുക്കൊരു അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന സെറ്റ്. പക്ഷേ എൻ്റെ സെറ്റ് മുണ്ട് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ എനിക്ക് അധികം നീളമോ വീതിയോ ഇല്ലാത്ത സെറ്റ് മുണ്ടായാലും ഉടുക്കാൻ ഭയങ്കര മടി. എന്നിട്ട് നമുക്ക് ലെങ്ത്ത് എത്താത്തവരുണ്ട്. പക്ഷേ ഇവിടെ അടിപൊളി എക്സ്ട്രാ ലെങ്ത്തുള്ള സെറ്റ് മുണ്ടുകളും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പം നമ്മൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞിൻ്റെ ഈ കളർ സാരി ഇഷ്ടമായെന്നാണ് കേട്ടോ. കുഞ്ഞിപ്പോൾ കുറേ നാളായിട്ട് ഈ ഒരു കളറും കേട്ടോ, ഈ ഒരു ലൈറ്റ് ഷെയ്ഡൊക്കെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അച്ഛൻ്റെ മുണ്ട് വേണമെന്നുണ്ട്. അഞ്ഞേട്ടനുള്ള മുണ്ടാണ് കേട്ടോ കുഞ്ഞിന് കാറ്റ് കൊടുക്കുന്നത്. അഞ്ഞേട്ടനാണെങ്കിൽ ഇങ്ങനെ പ്രിൻ്റഡ് മുണ്ട് നോക്കിയിട്ടാണ് കേട്ടോ കുത്തമ്പുള്ളിക്ക് എത്തിയത്. നമ്മൾ ചിലയിടത്ത് നമ്മുടെ പ്രിൻ്റഡ് ഉണ്ടെങ്കിലും അതിനൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടാവാൻ കേട്ടോ. നമ്മൾ എന്ത് സാധനം എടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കണ്ടു എന്തൊരു ഡ്രസ്സിനായാലും. അപ്പോൾ പലയിടത്തും നമ്മൾ മുണ്ടാണ് നമുക്കത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇതുണ്ടല്ലോ, ഇത് നല്ല ഫിനിഷിങ് കേട്ടോ. അതിൻ്റെ വർക്കും കാര്യങ്ങളും ഒക്കെ എന്തായാലും പ്രത്യേകിച്ച് നമ്മൾ കല്യാണ ചെക്കനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അടിപൊളി കസവ് മുണ്ടുണ്ട്. ഞാൻ പറയും എനിക്ക് അവിടെ ഒരു 5000 രൂപയുടെ മുണ്ട് ഭയങ്കര ഇഷ്ടം. അതുവരെ ഹാൻഡ്ലൂംസിന്ന് നെയ്ത് കൊടുത്തിട്ടുള്ള മുണ്ടാണ് കേട്ടോ. അത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. എന്താ വെച്ചാൽ ശരിക്കും നല്ല സ്വർണ്ണത്തിൻ്റെ നിറം കേട്ടോ അതിൻ്റെ കസവിനൊക്കെ. ഇതൊരു ഭംഗിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ ആ കുട്ടിയോട് ഓരോന്നും ചോദിച്ചു. പക്ഷേ ഞാൻ അവിടുത്തെ സ്റ്റാഫുകളുടെ പെരുമാറ്റം സത്യം പറഞ്ഞാൽ പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മൾ അവരെ 2 ഗോഡൗണിലേക്ക് പോയി, അവരുടെ ഷോപ്പിലേക്കും പോയി, അവിടെ 2 സ്റ്റാഫുകളിലും അവരുടെ നമ്മളോടുള്ള പെരുമാറ്റം നമ്മൾക്ക് അതിശയം ഒഴിപ്പിട്ടു. അത്രയും നല്ല പെരുമാറ്റങ്ങളും കാര്യങ്ങളായിരുന്നു. അങ്ങനെ കണ്ട സെറ്റ് മുണ്ടുകളും കസവ് മുണ്ടിൻ്റെ സെറ്റ് സാരിയുടെ ഒക്കെ നോക്കി ഏത് മോഡലൊക്കെ വേണം, ഏത് കളറുകളൊക്കെ വേണം, അതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഓണമാണ് വരുന്നത്. എല്ലാവരും ഒന്ന് പോയി നോക്കട്ടെ. ഓണത്തിന് നമുക്ക് എന്തായാലും നമ്മൾ എന്തൊക്കെ ഡ്രസ്സ് ഇട്ടാലും നമ്മൾ ഈ കസവിൻ്റെ ഡ്രസ്സ് ഇടുമ്പോൾ ആ ഓണം ആയാലും വിഷുവിനായാലും ആ ഒരു സൗന്ദര്യം വേറെ എത്ര റേറ്റ് കൊടുത്ത പട്ടുസാരികൾക്ക് കിട്ടില്ല. അതാണ് എൻ്റെ ഒരു ഇതായിട്ട്. എന്താ പട്ടുസാരി ഇഷ്ടമുള്ളവർക്ക് പട്ടുപാവാട അടിക്കുന്നവർക്ക് എടുക്കാം കേട്ടോ. അതെല്ലാം സെറ്റ് മുണ്ടും കസവ് മുണ്ടും പട്ടുപാവാടയ്ക്കുള്ള പല നിറത്തിലുള്ള പട്ടുസാരി എന്ന് വെച്ചാൽ ആ സാരികളൊക്കെ എടുത്ത് നമുക്ക് ഓണത്തിന് ഇഷ്ടമൊക്കെ പട്ടുപാവാട അടിച്ചിട്ട് നല്ല ഭംഗിയുണ്ടാവും. എന്ന് വെച്ചാൽ ഇപ്പോൾ 4-5 ചേർത്തിനുള്ള മക്കളും കാരണം അവർക്ക് ഒരേപോലത്തെ കളറുകൾ ഇടണമെന്ന് പറയുമ്പോൾ അങ്ങനത്തെ നമുക്ക് പോയി ഒരു കളറിൽ തന്നെ ഒരേ മോഡൽ തന്നെ എത്ര പീസ് വേണമെങ്കിലും അവിടെ നമുക്ക് കിട്ടും കേട്ടോ. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. കാരണം ഈ മുണ്ടനെ എൻ്റെ ഇഷ്ടമായിട്ട്. അപ്പോൾ ഇന്നൊരു മുണ്ടനായിട്ട് എടുത്തു. ശരിക്കും അന്വേഷണമാണ് ഈ പ്രാവശ്യം പോയിട്ട് കോളടിച്ചത് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് സെലക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റിയില്ല. വേറെ ഒന്നേരം കുണിക്കുകയും കാർത്തുമൊക്കെ വാശി അവർ കുറേ നേരമൊക്കെ ആകുമ്പോഴേക്കും അവരുടെ സ്വഭാവങ്ങളൊക്കെ മാറി വാശിയും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം വരാമെന്ന് വെച്ചോട്ടാ. അപ്പോൾ ഇവിടെ അതിനായിട്ട് അതിൻ്റെ അടിയിൽ നിന്നൊക്കെ ഓരോ മോഡലും ഡിസൈനൊക്കെ കാണിച്ചു കൊടുത്തിട്ട് എന്നോട് ഏത് സെലക്ട് ചെയ്യേണ്ടത് എനിക്ക് പറയട്ടോ. അപ്പോൾ ഈ ലൈറ്റ് ഷെയ്ഡ് വേണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഓൾറെഡി ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യുന്നവർക്ക് നല്ലതാട്ടോ. എനിക്ക് ഡാർക്ക് കളറിനോടായിരുന്നു കൂടുതൽ ഇഷ്ടം. എൻ്റെ കസവുമുണ്ട് കറുപ്പ് ഷർട്ടൊക്കെ ഇട്ടിട്ട് ആ കറുപ്പ് കരയുള്ള മുണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ഭംഗിയുണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങളെക്കാളും സെലക്ട് ചെയ്യുക അന്വേഷണമാണ് കേട്ടോ. ഞങ്ങൾ ഇത്ര സെലക്ട് ചെയ്തില്ല. അന്വേഷണം എന്തായിരുന്നു അതിനോട് ഭയങ്കര സന്തോഷം. മുണ്ടുകളൊക്കെ കണ്ടപ്പോഴേ 5000 രൂപയുടെ മുണ്ട് ഞാൻ മേടിച്ചു കൊടുക്കണമായിരിക്കും എന്നോടത് പറയും. നമ്മൾ പോയിട്ട് മേടിക്കാനേട്ടാ 5000 മുണ്ട്. അതാണ് അതിൻ്റെ അല്ല ആ മുണ്ട് ഭയങ്കര ഇഷ്ടം. മുണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴും അത് എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ഭയങ്കര ഒരെണ്ണം മുണ്ടൊക്കെ ആകുമ്പോൾ അവൾക്കും നമ്മൾ ഇടുന്ന ഓരോ വസ്ത്രങ്ങളുടെ ഒരു ഇതിൽ ഭയങ്കര ടൈറ്റൊക്കെ അതിന് ചിട്ടുന്നില്ല അങ്ങനെ തുണികൾ. അപ്പോൾ ഈ തുണിയൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത. അതിനായിട്ട് നല്ലോണം സെലക്ട് ചെയ്ത് നാട്ടൊന്ന് മെനക്കെട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അവസാനം ഞാൻ എൻ്റെ അടുത്തും മതി, ഇനി കുറച്ച് നേരം ഞാനും കുഞ്ഞിനും പൊന്നുമൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പൊന്നിനും
എനിക്കത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടക്കാനുണ്ടാവും. അപ്പോൾ അത് സത്യം പറഞ്ഞ സാരികൾ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഏതെടുക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷനാണ്. പല പല കളറുകളാണ് കേട്ടോ, ഒരുപാട് വെറൈറ്റി കളറുകളും കാര്യങ്ങളും. പക്ഷേ ഞാൻ തോന്നുന്നു ഞാൻ എന്നും കറുപ്പും പച്ചും ചുവപ്പും അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളാട്ടോ മഞ്ഞ്. പക്ഷെ ഇവിടെ ചെന്നപ്പോഴാണ് ഇത്രയും കളറുകൾ ഉണ്ടെന്ന് മനസ്സിലായതല്ലേ. എത്ര കളർ സാരികളാന്ന് പറയുന്നത്. സാരികൾ ചാക്ക് കെട്ടിച്ചിട്ടുണ്ടോ? അവൻ ഞാൻ ചാക്ക് പൊട്ടിച്ചിട്ട് എവിടേക്ക് ഉള്ളിലാകെ നിറഞ്ഞു ഫുള്ള്. എന്നാലും കുട്ടികളെ നമ്മൾ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഒരു ചെറിയ കുട്ടി അവൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞൊരു കാര്യം കേട്ടോ. അത്രയ്ക്ക് ഡ്രസ്സാണ് നമുക്ക് പറയാണ്ടിരിക്കാൻ വയ്യാത്രയ്ക്ക്. അപ്പം എനിക്ക് അതിൻ്റെ അവിടെ ഒരു പച്ച സാരി ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു കരിയും പച്ച സാരി ഞാൻ കണ്ടത് ഇപ്പം കാണിച്ചാൽ കേട്ടോ. ഒരു കരിയും പച്ച റെഡ് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചില കളർ കാണുമ്പോൾ ഒരു ആവേശം കൂടുതലായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് പച്ചയും റെഡും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു നീല കളറിട്ട് ഞാനത് യൂസ് ചെയ്യുമ്പോൾ ആ നീലൊക്കെ കണ്ടപ്പോൾ ഇഷ്ടമായിട്ടുണ്ടാവും. ഞാനങ്ങനെ നീല യൂസ് ചെയ്യാത്ത അധികം. പക്ഷേ എനിക്ക് ഈ നീലൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം. ഇതല്ല ഞാൻ വേറൊരു നീലയുടെ കണ്ടു വെച്ചിട്ട് പിന്നെ അന്വേൻ്റെ കഴിഞ്ഞ ഒരു നീല റെഡും അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടു. അതും നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഒന്നും ഭംഗിയില്ലാന്നല്ലാണ്ട് ഞാൻ ചിലതിനോട് എനിക്ക് കൂടുതൽ നമുക്കൊരു ഇഷ്ടം തോന്നുന്ന സാരിയാണ് ആ മഞ്ഞ സാരി അടിപൊളിയായിട്ട്. അതേപോലെ ഇത് മൈപ്പീരിയിലൊക്കെ കുറേ വെറൈറ്റി സാരികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഒരുപാട് പീസുകളായിട്ട് നമ്മൾ ഓണത്തിന് വിഷുവിനൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വേണമെന്ന് വെച്ചിട്ട് ഫാമിലി നടക്കുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമാണ്. ഇങ്ങനത്തെ എന്ന് വെച്ചാൽ ഈ ഒരു കളറാണ്. ആ ഒരു കളറിൽ തന്നെ ദൂരെ സാരികൾ വെച്ചിട്ട് ആ കളർ അപ്പം അതും നല്ല കളറായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തൊരു പ്രത്യേക കളറായിരുന്നു. പിന്നെ കണ്ട വൈറ്റിൽ ഇങ്ങനെ ഒരുപാട് കളറുണ്ട്. വൈറ്റിൽ നീല, വൈറ്റ് പച്ച, അങ്ങനെ വൈറ്റിൻ്റെ ഒരുപാട് കളറുകളുണ്ട്. പിന്നെ ആ കിളിപ്പച്ചയും നീലും അത് നല്ല ഭംഗിയായിരുന്നു. ആ വയലറ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ സാരിയോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ നമ്മൾ ബഡ്ജറ്റ് കുറവായിരുന്നു. അത്രയും എടുക്കാൻ പാടില്ല. ഇനിയും വേറെ അന്വേഷണം മുണ്ടും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലും ഉണ്ണിയുള്ള വാശിയും കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഒരു ദിവസം എന്തായാലും ഓണത്തിന് പോയിട്ട് നമുക്ക് എടുക്കണം. നമുക്ക് ശരിക്കും എടുക്കാൻ പോകണമെങ്കിൽ സമൃദ്ധി എടുക്കാണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു സാരി എടുക്കണ കാശുണ്ടെങ്കിൽ നമുക്ക് സത്യമായിട്ട് 3-4 സാരികൾ എടുക്കാനാണ് കേട്ടോ. അത്രയും സെലക്ഷനും അത്രയും നമ്മുടെ റേറ്റ് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന റേറ്റിലാണ് കേട്ടോ ഈ സാരികളൊക്കെ. നമുക്ക് ഏതൊരു ഫംഗ്ഷന് പോകുമ്പോൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് 2000, 1000, 1500 സ്റ്റാർട്ടിങ്ങിന് തന്നെ അടിപൊളിയായിട്ട് അതിന് കുറവുണ്ടാവും. എന്നാലും ഞാൻ പറയാം ഒരു 1500 ഒക്കെ അടിപൊളി നല്ല അടിപൊളി സാരികളും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ സാരി ഉണ്ടാവും വയലറ്റും നീല അതൊക്കെ ഇഷ്ടമായി. പിന്നെ ഒരു പീച്ചും ഒരു പച്ചയായിട്ടായിരിക്കണം അതൊക്കെ ഇഷ്ടമായി. പിന്നെ ഈ 2 കളർ പക്ഷേ ഈ ഒരു നീലയും ഒരു എന്താ പറയുക വാടാർമല്ലി കളർ അത് ഇഷ്ടമായി. പിന്നെ ആ നീല അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാരികളാട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞിട്ട് ആ പച്ചാൻ ഈ സാരി എടുത്തോ നല്ല ഭംഗിയുണ്ടാവും കൊടുത്ത ഒരു അമ്മ നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അമ്മ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാടുണ്ട് സാരികളുടെ കളറുകളൊക്കെ ഏതൊക്കെ കളറുകൾ വേണം എല്ലാ കളറുകളും ഉണ്ട് കേട്ടോ. ഞാൻ ഇനി പറഞ്ഞ് ബോറടിക്കുന്നില്ല, നിങ്ങളിന്ന് കണ്ടു അത്രയ്ക്കും സെലക്ഷനാണ്. ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓൺലൈൻ പർച്ചേസും ഉണ്ട് കേട്ടോ അവരുടെ. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ടാണെങ്കിലും ഓൺലൈനായിട്ട് ഇപ്പോൾ മേടിക്കാം കേട്ടോ. അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവർ ഇൻസ്റ്റ ഐ ഡിയിലുണ്ടാവും. പറ്റുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ മെൻഷൻ ചെയ്യട്ടെ. ഇതിൻ്റെ അടിയിൽ ഞാൻ അവരുടെ ഇൻസ്റ്റ ഐ ഡി മെൻഷൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ കണ്ടോ കുഞ്ഞൻ തെരഞ്ഞ് നടക്കുന്നുണ്ട് അവിടെ പൊന്നു ആരോടും സംസാരിക്കാൻ കേട്ടോ. അവരെ ലവ് സ്റ്റോറി സംസാരിച്ചവിടെ നിന്നതാട്ടോ. അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ചിരിച്ചവിടെ നിന്നതാട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു പൊന്നു വേഗം ഡ്രസ്സ് എടുത്തോ നമുക്ക് പോകാൻ നേരമായി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിളിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഒരു ചേച്ചി കേട്ടോ. ആ ചേച്ചി എന്നല്ല കേട്ടോ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് ഡ്രസ്സ് എടുത്ത് തരാനും കാര്യങ്ങൾക്കൊക്കെ. क्या शिष्टांग കാണിച്ചരാം. ബ്ലാക്കിന് വേറെ ഭംഗിയുണ്ടെങ്കിൽ ബ്ലാക്ക് ഒന്നുകൂടി. പക്ഷേ ഫെസ്റ്റിക്ക് ആകുമ്പോൾ ട്രഡീഷണൽ ലുക്ക് കണ്ടിനല്ല. എന്നാലും അത് വ്യത്യാസമുണ്ട്.
ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ആ നല്ല. പിന്നെ അത് എൻ്റെ ഞങ്ങളുടെ ഒരെണ്ണം ഉള്ള കാരണം ഞാൻ ആ കളറിൽ എനിക്ക് പനി. ഈ കളർ എൻ്റെ ഇല്ല, ഞങ്ങൾ യൂസ് ചെയ്യാത്തൊരു കളറാണ്. ആ അത് ഞങ്ങളിവിടെ വരുന്നേക്കാം. അങ്ങനെ ആ പീച്ചും പച്ചയും നല്ല ഭംഗിയാണ്. കല്യാണ പാർട്ടികൾക്കാണ് ശരിക്കും ഏറ്റവും ഉപകാരപ്രദം തോന്നുന്നു. ഒരുപോലെ എല്ലാവർക്കും ബന്ധുക്കൾക്ക് സാരി കൊടുത്ത് കൊടുക്കുമ്പോൾ ഒരേപോലെ കുറേ ഒരുപോലത്തെ കിട്ടും. ഇഷ്ടമാണ്. അതിൻ്റെ കളർ ചേഞ്ചും ആയിട്ടും ആ ഒരേ കളറിലാണെങ്കിൽ അങ്ങനെയും, പിന്നെ കളർ ചേഞ്ച് ആവശ്യമുള്ളവർക്ക് അങ്ങനെ, ഒരേ മോഡലിൽ കളർ ചേഞ്ച് ആവശ്യമുള്ളവർക്ക് അങ്ങനെയും കിട്ടും കേട്ടോ. ഓ എടുത്തില്ലേ പൊന്നു സാരി എടുത്തില്ലേ? ആ വേറെ നോക്കണ്ടല്ലോ, വേറെ നോക്കണ്ട. ഇനി കുഞ്ഞിൻ്റെ കല്യാണത്തിനാണ് കുഞ്ഞാ. ഇതിപ്പോ ലോട്ടറി അടിച്ചതേ ആശാനാ. ആശാനൊന്നും നല്ല ലോട്ടറി. അലമാരിയും സാലയിലും മുണ്ടിങ്ങനെ കയറി കയറിയിട്ട് എന്തോരം മുണ്ടാ. ഡ്രൈക്കിലും കാരക്കാർക്ക് അല്ലാതെ പടി. മിന്നി കൊണ്ട് ഇനി ഒരു ഷോപ്പിംഗ് ഇല്ലേ ഉറപ്പാ. അത് അച്ഛൻ പിന്നെ മുണ്ടല്ല കൂടുതൽ യൂസ് ചെയ്യുക, അതാണ് അച്ഛന്. ഞാൻ മുണ്ട് അച്ഛനാണ് വെറൈറ്റി തപ്പി നടക്കുന്ന അച്ഛന്. മഹാലക്ഷ്മി വാ. ഇപ്രാവശ്യം നമ്മൾ എല്ലാവരും എടുക്കാത്ത ഒരു കളർ തന്നെ എടുത്തേക്കണം അല്ലേ? എടുക്കാത്ത കളറുകൾ തന്നെയല്ലേ? ഇപ്രാവശ്യം ഈ കളർന്ന് നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഞാൻ പിടിച്ചു വെച്ചു, ഫ്രീ ആയിട്ട് കിട്ടണം. ശാപം വന്നു. ഓരോരുത്തരുടെ സ്വഭാവങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ട്. കൊടുക്കോളൂ സാരി ഞാൻ ഉടുപ്പിച്ച എനിക്ക് പനി. നീളം കൂടുമോ? ഭയങ്കര വീതിയാവൂലേ? ഓക്കെ എൻ്റെ റേറ്റ് അധികം അത്ര റേറ്റ് വേണ്ടല്ലോ. ഞാനവിടെ കറണ്ട് പോയപ്പോൾ ഞാൻ അവിടെ ഓടി പോകുന്നതാണ്. കളർ ചേഞ്ച് ഇഷ്ടം പോലെ അമ്മോട് വരാൻ പറഞ്ഞോണ്ട് അങ്ങനെ നമ്മൾ എവിടെ പോയിട്ട് വന്നു? ഞങ്ങൾ രാവിലെ മല്ലമർമ്മത്ത അമ്പലം പോയി. അവിടെ നേരെ നമ്മള് കുത്താമ്പുളി എയറിലേക്ക് പോയിട്ടാ. അപ്പൊ എയർ എല്ലാവർക്കും അറിയാം. ഞാൻ പ്രത്യേകിച്ച് ഞാനായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ ഞങ്ങളെ സ്ഥിരം അവർ വീഡിയോയിൽ കണ്ടിട്ടാണ് നമ്മളവിടെ എത്തിയത്. ആദ്യമായിട്ടില്ലാണ്. ഞങ്ങൾ 2-3 വർഷം മുന്നേ ഞങ്ങൾ കുത്താമ്പുള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോഷൂട്ടിന്, ഒരു ഓണത്തിൻ്റെ ഷൂട്ടിനുള്ള കോസ്റ്റ്യൂംസുകൾക്ക് വേണ്ടി അവിടെ തന്നെയാണ് പോയത്. പിന്നെന്താ പറയുക, ഒന്നും പറയാനില്ല. അത്രയ്ക്കും സെലക്ഷൻ. നമുക്ക് സത്യം പറഞ്ഞാൽ പോയപ്പോൾ ഞാൻ കുട്ടിയുടെ കെട്ടി കണ്ടിട്ടില്ലേ? എന്തോരല്ലേ സൂപ്പറായിരുന്നാ ചേട്ടന്മാരോ?
ചേട്ടന്മാര് സൂപ്പറായിരുന്നു. അതെയാ, അപ്പോൾ ഞാൻ ആദ്യമായിട്ടാ പോണ കേട്ടോ. അനേട്ടനെ കുറച്ച് ദിവസമായി നമുക്ക് തമിഴ് പോകണം, മുണ്ടുകൾ വെറൈറ്റി മുണ്ടുകൾ അവിടെ നിന്ന് കിട്ടുന്നിട്ട് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ അനേട്ടൻ ഓൾറെഡി ഒരു മുണ്ട് ഭ്രാന്തനാണ്. മുണ്ട് ഭ്രാന്ത് എന്ന് വെച്ചാൽ മുണ്ടുകൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്കും അനേട്ടൻ നല്ല കസമുണ്ടോ കൊടുത്ത് നടക്കണ അനേട്ടനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ കൂടിയിട്ട് അനേട്ടനും മുണ്ടിനോട് ഭ്രാന്ത് കൂടി. നല്ല ഇഷ്ടം. പിന്നെ ഈ 2 ആൾക്കാരെ കാണുന്ന വലിയൊരു ആഗ്രഹം. അത് ഞങ്ങളുടെ പ്രാവശ്യം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഗുരുവായൂർ വെച്ച് കെട്ടുമ്പോഴായിട്ട് ഇവർ അങ്ങനെ നടന്നു പോയത്. പക്ഷെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, അനേട്ടൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അനേട്ടൻ വലിയൊരു ആഗ്രഹമായിരുന്നു അവരെ കാണണം. എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല കേട്ടോ. ഞങ്ങൾ അന്ന് പോയപ്പോൾ അവരുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ വേറൊന്നും അറിയാം, ഉണ്ണീനെ കാണിച്ചിട്ട് കുറേ കാര്യങ്ങൾ അവരുടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അവരുടെ കഥകളും ഞാൻ എന്നോട് വന്ന് പറഞ്ഞിട്ട് അന്ന് പിണങ്ങിയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പോയത്. അതുകൊണ്ട് എന്നിട്ട് വരാഞ്ഞത്. പിണക്കൊക്കെ മാറിയപ്പോൾ ഞാൻ അവരെ പറ്റി പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഒരു 2 കൂട്ടുകാരന്മാർ തുടങ്ങിയൊരു ഒന്ന് ഉറങ്ങിയിരിക്കുമ്പോഴേക്കും അവർ ലോകം മുഴുവൻ അറിയണ ആൾക്കാരെ അതാണ് തീർച്ചയായും. പെട്ടെന്ന് പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അവരുടെ പുതിയൊരു ഷോപ്പ് അവർക്കായിട്ടൊരു സാമ്രാജ്യം അവരുണ്ടാക്കി തീർത്തു. അതാണ് അവർ ഒന്ന് കണ്ണടച്ച് തുറക്കണേൻ്റെ ടൈമേ അവർക്ക് വേണ്ടി വന്നുള്ള അവരുടെ സാമ്രാജ്യം അവർ കെട്ടി ഉയർത്താട്ടോ. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര അത്ഭുതം. നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ മക്കൾ വളരുമ്പോൾ നമ്മൾ പറയും ഇന്നാളെ കണ്ടു പഠിക്കുന്നു നമ്മൾ പറയില്ലേ. അങ്ങനെ തോന്നുന്ന ഒരു 2 ആൾക്കാരാണ് കേട്ടോ, രാജുവും അരവിന്ദും. നമുക്ക് പോകുമ്പോഴും അവർക്ക് നമുക്ക് ആ ഷോപ്പിൻ്റെ ഒരു ഓണർമാരാണ് അങ്ങനെ നമുക്ക് തോന്നുന്നില്ല. നമ്മളിൽ ഒരാൾ അത്രേ ഉള്ളവർ 4 വർഷം മുന്നേ ഞങ്ങൾ പോകുമ്പോൾ അവരുടെ ഷോപ്പ് ഇങ്ങനെ ഉണ്ടെങ്കിലും ഷോപ്പിൽ വന്ന മാറ്റങ്ങൾ അതിൻ്റെ തിരക്കുകൾ ഇങ്ങനെയല്ല. അവർ ഒരുപാട് മാറി. ഞങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ തിക്കും തിരക്കും ഉണ്ണോള് ഭയങ്കര വാശിയായി. നമ്മൾ കുറച്ചും കൂടി എടുക്കണം എന്നൊക്കെ വെച്ചിട്ട് പോയതിന്. പക്ഷെ നമുക്കൊന്നും എടുത്ത് ഞാൻ കാണിച്ചിട്ട് ബാക്കിൽ ഇരിക്കുന്നുണ്ട് അവരെ പുതിയ ഷോപ്പ്. അപ്പൊ ഷോപ്പ് കാണിച്ചത് അവര് പുതിയ ഷോപ്പ് അടുത്ത മാസം ഓപ്പണിംഗ് ആണ്. കല്യാൺ ആ ഒരു ലെവലിലേക്ക് ആ 2 പിള്ളേര് എത്തി. പുതിയതാക്കിക്കൊണ്ടിരിക്കുക. പുതിയ ഷോപ്പ് ആക്കി പുതിയ പണിതുകൊണ്ടിരിക്കുക അല്ലേ. കാറ് മേടിച്ചിട്ടുണ്ടവര്. ഏതാ വണ്ടി? അപ്പൊ എന്താ പറയാ, അങ്ങനെ എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു മായാലോകത്തേക്ക് പോയപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് നോക്കി പറയാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ അത്ര നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അത്രയും സെലക്ഷൻ. ഏറ്റവും കൂടുതൽ എനിക്ക് കല്യാണക്കാർക്കാണ് കേട്ടോ അത് ഏറ്റവും ഗുണം ചെയ്യുക. കല്യാണ പർച്ചേസാണ് ഏറ്റവും എല്ലാവർക്കും പറ്റൂട്ടെ. എന്താ വെച്ചാൽ ആ ഒരു ഷോപ്പിൻ്റെ ഒരു ഗുണം വെച്ചാൽ എല്ലാ റേഞ്ചിലുള്ളവർക്കും പറ്റും. സാധാരണക്കാർ തൊട്ട് നല്ല ലെവലുള്ളവർക്കും നമുക്ക് ആ ഷോപ്പിൽ സാധനം അതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് ചില ഷോപ്പിൽ നമുക്കറിയാൻ പറ്റാം അത് വലിയ ആൾക്കാർക്ക് അങ്ങനെ മാറ്റിയിരുന്ന ഷോപ്പുകൾ നമ്മുടെ നാട്ടിലോട് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയാണ്. നമുക്ക് സാധാരണ തൊട്ട് നമ്മുടെ എല്ലാ റേഞ്ചിലും ഉള്ള ഡ്രസ്സ് സാരികളും കാര്യങ്ങളും സെറ്റ് മുണ്ടുകൾ എന്തോരാന്നറിയോ. എൻ്റെ കരകള് പക്ഷെ എനിക്ക് എന്നും സെറ്റ് മുണ്ട് എടുക്കുമ്പോഴാണ് പ്രശ്നം എന്താ ചെറുത് എനിക്ക് തടിയുള്ള കാരണം എത്തില്ല. ആനകളും ഉണ്ട്. എനിക്ക് തടിയുള്ള എനിക്ക് സെറ്റ് മുണ്ടൊന്നും വട്ടത്തില്ല, നീളത്തില്ല, അങ്ങനെ കുറേ പ്രശ്നമുണ്ട് ഈ നാട്ടിൽ നിന്ന് സെറ്റ് മുണ്ട്. നമ്മൾ കാശ് 1000 എത്ര 5-6 വർഷമൊക്കെ 10,000-2000 രൂപ കൊടുത്ത് ഞാൻ ജയലക്ഷ്മിന്ന് മേടിച്ച സെറ്റ് മുണ്ട് ഇപ്പോഴും എനിക്ക് വട്ടെത്താണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഒരു ഷോപ്പിന് പറയട്ടെ ഉണ്ടായ അനുഭവം ഞാൻ പറഞ്ഞു. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഷെയർ. പക്ഷേ ഇവിടെ ഒരു 500 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ആണ്. അത്ര ലെങ്ത് കൂടിയ സെറ്റും ഉണ്ടാണ്. 2 അങ്ങനെ എത്ര 2 പറഞ്ഞു എക്സ്ട്രാ ലാർജ് എക്സ്ട്രാ ലെങ്ത് ഉള്ളത് കേട്ടോ. എന്ന് വെച്ചാൽ തടിയുള്ളവർക്കാലും ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ആകുമ്പോൾ നമുക്ക് അത്ര സൈസിൽ വേണം. അപ്പോൾ ഓണമാണ് വരുന്നത്. ഞങ്ങൾക്ക് ഓണം നമുക്ക് പ്രാവശ്യം കൂടി പോകണം അല്ലേ കേട്ടോ. ഓണത്തിന് സത്യം പറഞ്ഞാൽ അവിടെ പോയിട്ട് നമുക്ക് സെറ്റ് മുണ്ട് ഓണം എന്ന് പറഞ്ഞാൽ സെറ്റ് മുണ്ട് ഡ്രസ്സും മുണ്ട് എടുക്കുന്നതിൻ്റെ ഒരു ഭംഗി നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും നമുക്ക് ആ ഭംഗിയിട്ട്. അപ്പോൾ നമുക്ക് സാധാരണക്കാരാകുമ്പോൾ നമുക്ക് ഒരുപാട് റേറ്റ് കൊടുത്തിട്ട് നമുക്ക് എടുക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഞ്ച് ഒരുപാട് പേരെ ഉണ്ട് കേട്ടോ. ഞാൻ 5000 രൂപയുടെ മുണ്ട് കൊണ്ട് കൊതിച്ചിട്ട് വന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ വെച്ചാൽ കസവ് മുണ്ട് കൊടുക്കണ അനിയൻ്റെ കസവ് മുണ്ട് കൊടുത്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്കത് ഞാൻ എൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ പാൻറ് ഇടുന്നതൊക്കെ ഇഷ്ടമാണ്. എൻ്റെ എയർപോർട്ടിൽ പോകണമെന്ന് മാത്രമേ പാൻറ് യൂസ് ചെയ്യാറുള്ളൂ. അത് ഗൾഫിൽ പോകണമെന്ന് വരണം. ബാക്കി എല്ലാ ദിവസവും അനിയേട്ടൻ എവിടെ പോകുമ്പോഴും ഞാൻ മുണ്ട് ഉടുപ്പിക്കാറ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹാഫ് പട്ടിൻ്റെ ഷർട്ടിന് ഹാഫ് ഇതുപോലത്തെ കുർത്ത നല്ല കസവ് മുണ്ടെടുക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
ദൈവമേ, ഒരു 5000-ന്റെ മുണ്ട് ഞാൻ കണ്ടു മുന്നേ. എന്നോട് ആ മണിയേട്ടൻ ആ പറഞ്ഞു മുണ്ടാണ് പിടിച്ചത്. കസവിന്റെ മുകളിൽ തേക്കുമ്പോൾ അതിന്റെ മുകളിൽ വേറെ ഒരു തുണി ഇട്ടിട്ട് തേക്കാൻ പറഞ്ഞു മണിയേട്ടൻ. ഏതാ മണിയേട്ടൻ? ആളുടെ പേരാ മണി. ഏട്ടെന്ന് പറയണ്ട. നമ്മുടെ ഏജ് തന്നെ അല്ലേ? അന്നയുടെ ഏജില്ല, അത്ര ഏജില്ല. അത്ര ഏജ് ഉണ്ട്, അത്ര ഏജ് ഉണ്ടാ? അന്നയുടെ അതിന് ഏജ് ഉണ്ട്, 55 വയസ്സായി മനുഷ്യ. അപ്പൊ അതിന്റെ അതെ പട്ട് പോവുത്ര. അപ്പൊ അത് പേപ്പർ ഇട്ടാണോ അയൺ ചെയ്യാൻ അല്ലേ? അവിടത്തെ മുണ്ടേതല്ല, അവിടത്തെ മുണ്ട് ഏത് മുണ്ടാണ്? മുണ്ടുകളൊക്കെ ഒരു ആക്ഷനിലാണ് അവരുടെ നെയ്ത് വരുന്ന മുണ്ടുകളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ തുണിയൊക്കെ ഉണ്ട് ഒരു സോഫ്റ്റ്. നമുക്ക് ആരെങ്കിലും ഉടുത്ത പോലെയും ചില മുണ്ട് കൊടുത്താൽ ഉറക്കില്ലാതെ കുറേ. പക്ഷെ ആ മുണ്ടൊക്കെ അവർ നെയ്ത മുണ്ടൊക്കെ കൊടുത്താണല്ലോ, അത് പക്ക സെറ്റാണ്. അപ്പോൾ എന്താ പറയാ, ഞങ്ങൾ എടുത്തു കാണിച്ചു കേട്ടോ. ലക്കി ലോട്ടറി അടിച്ചത് മുഴുവൻ ഈ ആശാനാണ് കേട്ടോ. അല്ല നമുക്ക് പിന്നെ ഇത്രയും പോകുമ്പോ നമുക്ക് കിട്ടിയതൊക്കെ എടുക്കണ്ടേ. അവസാനം ഞാൻ പറയാനായിട്ട് മതി മരുന്നറിഞ്ഞേ അതിന്റെ ഉള്ളില് മൊത്തം എടുത്തിട്ട് ഇതൊക്കെ എണ്ണം ഉണ്ടാട്ടാ. തെയ്യം എന്റെ മോനറിയാലോ, തെയ്യൊക്കെ അറിയാലോ എന്റെ കുട്ടിക്ക്. ഇതാണ് എന്റെ ഒരു മുണ്ട്. കണ്ട അതിന്റെ പ്രിന്റ് കണ്ട ഫോട്ടോ ഇത് ഭംഗിയുണ്ട്. പിന്നെ അഞ്ഞാണ്ട് മുണ്ടാട്ടാ. നിങ്ങൾക്ക് എത്രത്തോളം കാണണ്ടെന്ന് അറിയില്ല. പ്രിന്റഡ് ആയിട്ട് വരുന്ന മുണ്ട് ഇങ്ങനെ കാണിച്ചേ കേട്ടാ. കണ്ട തെയ്യം ദേഷിപ്പിച്ചിക്ക അവിടെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ട എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അടിപൊളി മുണ്ടുണ്ട് കേട്ടോ. എല്ലാം മുണ്ട് ഇഷ്ടം. എന്നാലും വെറൈറ്റി ഇവിടെ കുക്കം കാച്ചേരും കണ്ട. അതൊക്കെ സംഭവമാണ്, ഒരു സംഭവമാണ്. കണ്ട ബാക്കില് ഇവിടെ ബാക്ക് ക്യാമറ പിന്നെ വേണ്ടത് അപ്പൊ മുണ്ട് കണ്ടോ എങ്ങനെയുണ്ട്? കരക്കാണ് കേട്ടോ, സെറ്റാണ്. ഇതിന്റെ കരക്കാണ് ഇതിന്റെ വെറൈറ്റി ലുക്ക് അല്ലേ? വലിയ മുണ്ടാണ്. വലിയ മുണ്ട. എത്ര ഹൈറ്റും ആരേലങ്ങോട്ട് എടുത്താണ്ടല്ലോ. ഇന്നലെ ഒതുങ്ങി കിടക്കണ മുണ്ടാട്ടോ. അതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ സിമ്പിളായിട്ടൊരു കസവ് കൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഞാൻ സിമ്പിളായിട്ടൊരു കസവ് കൊണ്ട് എടുത്തോട്ടാ. അതായത് റിസപ്ഷന് പോകുമ്പോൾ എന്താണ് ഞാൻ ഡ്രസ്സ് യൂസ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കാത്ത കാരണം അങ്ങനത്തെ എന്തായാലും പറ്റില്ല. അപ്പൊ ഞാൻ കസവ് മുണ്ട് എടുത്തു. അതിൻ്റെ ഒപ്പം നമ്മളൊരു വൈറ്റ് മുണ്ട് എടുത്തു കേട്ടോ. വൈറ്റ് മുണ്ട് അതിന് വേണ്ടി ഇഷ്ടമാണ്. പക്ഷെ ഒക്കെ ഒരു കളറൊക്കെ കുറച്ച് മങ്ങി തുടങ്ങി അല്ലേ? ചായ മുണ്ടൊക്കെ എടുത്തിട്ട് അല്ല ഇങ്ങനെ ഒരു വർഷത്തോളം അതിൽ ആശ്രമത്തെ കൊണ്ട് ഉണ്ണീരാൻ ഇതെടുത്തതല്ലേ. പിന്നെ ഇതാ ഇത് കേട്ടാ, നല്ല തുണിയുടെ 290. പക്ഷെ മറ്റുള്ളതിന്റെ ഒരു മൊരട തുണിയല്ല, നല്ല സോഫ്റ്റ് ആയിട്ട്. നമ്മളിത് കല്യാണം ചെയ്തൊക്കെ എടുക്കുന്നതിന് പക്ഷെ തുണിക്ക് ഒരുപാട് മാറ്റം ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് എടുക്കുന്നതിന്റെ തുണിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അടിപൊളിയാണ്. പിന്നെ എനിക്ക് അവരൊരു ഓണക്കോടി തന്നു. എൻ്റെ മനസ്സറിഞ്ഞിട്ട് എന്നെ അറിഞ്ഞിട്ട് തന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്ത് മഞ്ഞ് പച്ചിട്ടാ. ആരും മഞ്ഞ പച്ചിക്ക് ഏത് കടയിലും ഒരു മഞ്ഞ പച്ചിട്ട് ഓണക്കോടി. അതിന് ഇത് ഓണക്കോടി കൊടുത്താട്ടോ. ബാക്കി അതൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്ത് ലഭിക്കും. പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ വക ഒരു ഓണക്കോടി എനിക്ക് അറിയുന്നത് ഓരോ ഓണക്കോടി തന്നിട്ടാല്. സത്യം പറഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് കളർ മനസ്സിലായെന്ന് അറിയില്ല. മഞ്ഞ പച്ചി പിന്നെ എൻ്റെ ഫേവറേറ്റ് കളർ എനിക്ക് കൊടുക്കുന്നത് ഒരു മഞ്ഞ പച്ചി. ഉടുക്കനെ മുണ്ടായിരുന്നു. ഒക്കെ പൊട്ടിച്ചാട്ടോ. കുട്ടീനെ മുണ്ടാണ്, മുടുക്കനെ മുണ്ടാണ്. പിന്നെ ഇതിലുണ്ടല്ലോ നോടിയില്ലേ അല്ലാണ്ട് ജുബ്ബ
ഇവിടെ കുർത്ത സെറ്റപ്പ് പ്രിന്റ് കണ്ടെന്ന കുർത്ത എൻ്റെ കണ്ട 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 സെറ്റപ്പ് അല്ലേ? അച്ഛൻ അതേപോലെ എൻ്റെ കണ്ട ഓടെ കൊണ്ട് കൊടുത്താട്ടെ കണ്ട സെറ്റുമുണ്ട് കണ്ട എൻ്റെ ഇത് സെറ്റുമുണ്ട് മറ്റേ ഓരോരുത്തർ അടിപൊളി സെറ്റുമുണ്ട് കേട്ടോ. കണ്ട സെറ്റുമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനം സെറ്റുമുണ്ട്. സെറ്റുമുണ്ട് അങ്ങനെ. പിന്നെ പൊന്നും ഷേപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അവരുണ്ട്, അവരെടുത്തിട്ടുണ്ട് ഡ്രസ്സ് അവരെടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയിരുന്നു. അവരൊക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. എന്താ പറയാ, എല്ലാവരോടും പോകുമ്പോൾ പ്രത്യേകിച്ച് പറയാം, നമ്മൾ ഓടി ചെന്ന ശേഷം നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് എടുത്ത് വരാൻ പറ്റില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ കടയേക്കാളും ഇരട്ടി തിരക്കാണ് ഇപ്പോൾ അവിടെ ഷോപ്പിൽ. അപ്പോൾ അവർ വലിയൊരു ഷോപ്പ് അപ്പുറത്ത് പണിത് ഇപ്പം അടുത്ത മാസം അതിൻ്റെ ഓപ്പണിംഗ് ആണ്. അപ്പം അതിന് ഏകദേശം പണി ലാസ്റ്റ് ഘട്ടങ്ങളിലേക്ക് അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എളുപ്പമായി സുഖമായി വന്ന് എടുത്ത് പോകട്ടെ. ഇതെന്ന് പറഞ്ഞാൽ കടയേക്കാളും കൂടുതലാണ് അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾക്ക് എല്ലാവരും ഓടിയെത്തണം. അവിടെ അതാണ് ഈ മുതലാളിമാരുടെ എന്തേനെ അവിടുത്തെ സ്റ്റാഫുകളും പറയാണ്ടിരിക്കാൻ വയ്യ. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഡ്രസ്സ് എടുത്തുന്ന കുട്ടിയായാലും എല്ലാവരും ഒരാളെന്നെ നോക്കാനായിട്ട് അവിടെ എല്ലാവരും നല്ല ചിരിച്ച ഫേസോടെ നിൽക്കണം. അതാണ് നമുക്ക് വേണം. നമ്മൾ ഒരു ഷോപ്പിൽ കയറുമ്പോൾ അവിടുത്തെ സ്റ്റാഫിൻ്റെ ആയാലും അവിടെ ഇരിക്കുന്ന മുതലാളി അവരെ ചിരിച്ച ഫേസ് ആകുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും അവിടെ പോകാൻ തോന്നും. അങ്ങനെ ഒരു പ്രചോദനമാണ് അവിടേക്ക് തോന്നിയത്. അപ്പോൾ അത് മടക്കി വെച്ചോ, നമുക്ക് ആ എൻജോയ് കൊടുക്കേണ്ടി വരും എന്തായാലും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഹാപ്പി ആട്ടോ അവിടെ പോയി വന്ന്. ഒരു ഓണം വിഷുവൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ഓടിയെത്തേണ്ട സ്ഥലം ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? അതേപോലെ കല്യാണത്തിന്റെ പാർട്ടിക്കാർ പോയ ഒരു ഡസൻ ആൾക്ക്, ഒരു ഡസനല്ല, ഒരു 3-4 ഡസൻ ആൾക്കാർക്ക് ഒരു കളർ കോഡ് വേണമെങ്കിൽ പൈസ ഉണ്ട്. അപ്പൊ അത്രയും ഒരേ കളർ സാരി ആയാലും വെള്ള എല്ലാം അവര് സെറ്റ് ചെയ്ത് വെച്ചു. അല്ല, കുട്ടികളിപ്പോ സാരി എടുത്ത് പട്ടുപാട അടിക്കണ്ട അങ്ങനത്തെ സുഖാട്ടോ. ഒരേപോലത്തെ പട്ടുപാട അടിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ സുഖാട്ടോ. എല്ലാതും അടിപൊളി. ഒരേ മോഡലിൽ തന്നെ ഇഷ്ടം പോലെ കളർ ചെയ്യുന്നു. ഇപ്പൊ നമ്മള് ഒരു ബന്ധുവിന്റെ എല്ലാവരും ഒരേ കളർ വേണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ മോഡല് ഒരേ റേറ്റ് വേണമെന്ന് വെച്ചാൽ അതേപോലെ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവർക്കും ഒരേ കളർ വേണമെന്ന് വെച്ചാൽ അങ്ങനെയുണ്ട്. നമ്മൾ ക്ഷമയോടെ പോയി സെലക്ട് ചെയ്യണം. അതാണ് വേണ്ടത്. ക്ഷമയാണ് നമുക്ക് അവിടെ ഭാര്യ ക്ഷമ എന്നിട്ട് അവരുടെ സ്റ്റാഫുകൾ നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. അവരുടെ മുതലാളി സപ്പോർട്ടാണ്, എല്ലാവരും സപ്പോർട്ടാണ്. അതുപോലെ നമ്മളുടെ അടുത്ത് നിന്നുള്ള സപ്പോർട്ട് അവർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഒരു കൂട്ടർ മാത്രം ക്ഷമ പിടിച്ചപ്പോൾ എല്ലാവരും ക്ഷമയോടെ നിൽക്കുമ്പോഴാണ് കാര്യം നടക്കും അല്ലേ? അപ്പൊ ചെറിയ ഷോപ്പ് ആയതുകൊണ്ട് ഇനി വലിയ ഷോപ്പാകുമ്പോൾ അത്രയും സ്റ്റാഫും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എത്ര ആൾക്കാർ വന്നാലും തിരക്കില്ലാണ്ട് എടുത്ത് പോരാൻ പറ്റും. ഇത്രയും വലിയ ഷോപ്പാണ്. നമ്മളെ കല്യാണം ജയലക്ഷ്മി ഒക്കെ കാണാൻ പറ്റും അങ്ങനത്തെ ഒരു ഷോപ്പാണ് വരുന്നത്. അത് അതിശയമാണ്. എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് രക്തബന്ധത്തിനോടും പോലും ഒരു ആത്മാർത്ഥമില്ലാത്ത കാലഘട്ടത്തിൽ 2 കൂട്ടുകാരന്മാർ നടത്തുന്ന ഒരു അവരുടെ അതാണ്. അവരൊറ്റയ്ക്ക് വന്നു. അവരിപ്പോ എത്ര പേരായി നമുക്ക് പറയാൻ പറ്റില്ല. അവരൊറ്റയ്ക്ക് വന്നവരായിരുന്നല്ലേ. അപ്പൊ ഇനി വന്നിട്ട് ഇപ്പൊ വലിയൊരു സ്റ്റാഫും കാര്യങ്ങളാണ്. എത്ര ആളുണ്ടെന്ന് നമ്മൾ പറയുന്നത് നമുക്ക് അത്ര അറിയില്ല. അവിടെ ഒന്ന് കണ്ണടച്ച് തുറക്കുക. എത്ര ആൾക്കാരുണ്ട്. അതാണ്. അത് എനിക്ക് തോന്നുന്നു അവരെ ഹാർഡ് വർക്ക് തന്നെ തോന്നുന്നുണ്ട്. രാജേഷിന്റെ അനന്തിന്റെ ഹാർഡ് വർക്ക് തന്നെയാണ് അവരിന്ന് ഈ നിലയിലെത്തിയത്. അവർ പറയാണ്ടിരിക്കുക. നമുക്ക് അവർ ഓരോ വീഡിയോകളും കാര്യങ്ങളും കാണുമ്പോൾ അവർ ഈ ഒരു ARന് വേണ്ടി അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് 4 വർഷം കൊണ്ട് അവർക്ക് ഇങ്ങനെ മാറാൻ പറ്റിയെങ്കിൽ അതവരുടെ കഷ്ടപ്പാടിന്റെ 40 വർഷം കൊണ്ട് അവര് കേരളത്തിൽ മൊത്തം ഷോപ്പ് ഇടും. ഗ്യാരണ്ടി. അവര് വിചാരിച്ച 4 വർഷം കൊണ്ട് അവർ ഇങ്ങനെ നമ്മുടെ നാട്ടിലൊരു അവര് ഇങ്ങനെ ഷോപ്പ് നമ്മള് പല ഷോപ്പിനും മുതലാളിമാരും കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഇവര് സെലിബ്രേറ്റിയോടെ അതാണ് രസം അല്ലേ? ഇവര് മുതലാളിമാര് മാത്രല്ല, നമ്മൾ പലയിടത്ത് പല ഷോപ്പിലും മുതലാളിമാരുണ്ടാവും. പക്ഷെ അതൊരു സെലിബ്രിറ്റികളാവാന്ന് പറയുമ്പോ ആ ഷോപ്പിൽ നിന്ന് അത് സെലിബ്രിറ്റിയിലേക്ക് എത്തി. ആരോടുള്ള അവരുടെ സ്വഭാവം സംസാര രീതിയാണ് അവരെ നീ നിരക്കിയെത്തിയത്. അപ്പൊ ഒന്നും പറയാനില്ല.
എല്ലാവരും പൊതുവെ കല്യാണം, ഓണം, വിഷു ഇതൊക്കെ വരുമ്പോൾ എല്ലാവരും അതല്ലാത്തും പോവാട്ടെ. അതിലാണ് ഇതിനൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഓടി എത്തുന്ന സ്ഥലമാണ്. എന്ന് വെച്ചാൽ നമുക്ക് അത്ര ബൾഗായിട്ട് എടുക്കാം. നമ്മുടെ തൃശ്ശൂർ ജില്ലക്കാർക്ക് 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരടുത്ത് പോയിട്ട് ഓൺലൈൻ പർച്ചേസ് ഉണ്ട് കേട്ടോ. അതിന് എല്ലാവർക്കും അറിയാലോ. അല്ല, ഇതിപ്പോ നമ്മള് തൃശ്ശൂർക്കാർക്കൊന്നും ഇതൊരു വലിയ വിഷയമല്ല. നമുക്ക് പോയി എടുക്കുമ്പോ എന്താ രസം, നമുക്ക് പോയി ഒരെണ്ണം എടുക്കാൻ പോയി 4 എടുത്ത് തരാൻ തോന്നും. അതല്ലേ ഇപ്പൊ നമ്മൾ ഒരെണ്ണം എടുക്കാൻ പോയ ആൾക്കാര് അച്ഛൻ 2 മുണ്ട് എടുക്കാൻ പോയ ആളാ 5 മുണ്ട് എടുത്താൽ പോകും. 5 മുണ്ട 6 മുണ്ട ഞാനായിട്ട് എനിക്ക് പുതിയ പ്രിന്റഡ് മുണ്ടൊക്കെ അല്ല എനിക്ക് അല്ല അവര് പുതിയ പ്രിന്റഡ് അടിക്കുമ്പോ എന്നെ വിളിക്കും. അതല്ല അല്ല അതാണ് എന്റെ മുണ്ടെടുക്കല് കണ്ടിട്ടടക്കം അതല്ല അഞ്ചേട്ടൻ മണി പറഞ്ഞു സെറ്റാണ് മുണ്ട്. അതിനൊക്കെ ഒരു ഇത് വേണം. മുണ്ട് എടുത്ത അതിന്റെ കരയൊക്കെ ഇങ്ങനെ ലെവല് പോലെ നിർത്തണമെങ്കിൽ അതൊരു പ്രൗഢിയാണ്. മനസ്സിലായ ഇല്ലല്ലോ. എന്റെ കൂടെ മനസ്സിലായത് എന്റെ പെണ്ണാണ് ഇപ്പൊ ഒരു വൃത്തിനെ കൊണ്ട് എടുത്തിട്ട് എന്തോന്ന് അല്ല ഞാൻ കല്യാണം കഴിഞ്ഞത് പിന്നീട് പറയാം ഈ ഷർട്ടും മുണ്ടും ഓർമ്മയുണ്ട്. പിന്നെ ഇല്ല നിന്നെ പെണ്ണാണ് ഞാൻ ഈ കോറിട്ടാണ് വന്നിരുന്നത്. അപ്പൊ കണ്ടിട്ടുണ്ട് അല്ല പോളിസ്റ്റർ മുണ്ടൊക്കെ അന്നത്തെ അതല്ല എനിക്ക് കസ്റ്റമുണ്ട്. അന്നത്തെ കാലത്ത് ഡബിൾ മുണ്ടും കാര്യങ്ങളൊക്കെ 25 തെറ്റുകുറ്റങ്ങളൊക്കെ മാറ്റാനും പറഞ്ഞുതരാനും അമ്മയ്ക്കൊന്നും അത്ര എന്നെ കെട്ടിയതിന്റെ ഡ്രസ്സിന്റെ കാര്യത്തിൽ യാതൊരു പിന്നാക്കം എന്നിട്ട് വന്നത്. അതാണ് അത് കല്യാണം. നമ്മുടെ ഷാജി ഇല്ലേ ഓഷോണിന് ഷാജി ഓഷൻ എപ്പോഴും ഓഷയല്ല അന്ന് ഓഷയായിരുന്നു ഷാജി. വാൻഡേജ് പോകാൻ വേണ്ടിട്ട് വന്നിരിക്കുമ്പോ നമ്മൾ പിന്നെ സുമാർജിന്റെ ഫാമിലി ഇടുമ്പോ എങ്ങനെ ഉണ്ടാവുന്ന ചെക്കൻ ഇതൊന്നും ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തൊക്കെ മുഖത്ത് ഓർമ്മയുണ്ട് ഷാജി പറഞ്ഞത് ആ ടൈമായി ഞങ്ങൾ പോവാ. അതിലൊരു കാര്യമാണ് ഞാൻ പറയാൻ വന്നു. അത് ഞാൻ പറഞ്ഞു. ഞാൻ പറയാം കുഞ്ഞിൻ്റെ കല്യാണമൊക്കെ ആകുമ്പോൾ ഞാനേട്ടന് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് ഒന്നുകൂടി വലിപ്പമുള്ള പ്രിന്റുകൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവിടെ പറഞ്ഞ് അവർ ചെയ്തു തരും കേട്ടോ. അതും പറഞ്ഞു കാരണം എന്തിനു വേണമെങ്കിൽ പറഞ്ഞു കുറച്ച് ദിവസം മുന്നേ പറഞ്ഞു ഇച്ചിരി പണിയുണ്ടേ ഇന്നെ പോയിട്ട് ഒരു ഇച്ചിരി പണിയുണ്ടേ പോയിട്ട് വരാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ പേടിയാ. എന്നാൽ പോട്ടെ നമുക്ക് പോയാലോ. ബൈ.